പതിവ് പോലെ 5 മണിക്ക് എഴുന്നേറ്റു, ബാത്റൂമിൽ പോയി ഫ്രഷായി ഉളവെടുത്ത് വന്ന് നിസ്കരിച്ചതിന് ശേഷം വണ്ടി എടുത്തിട്ട് നേരെ സ്കൂളിലേക്ക് പോയി. അങ്ങനെ അവനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ മേഡം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി തിരിച്ചു വന്നു. അപ്പോഴേക്ക് 12 മണിയായി. അങ്ങനെ നിസ്കരിച്ചു ശേഷം നേരെ സ്കൂളിലേക്ക് വീണ്ടും പോയി അവനെ എടുക്കാൻ. അങ്ങനെ 1 മണിയാകുമ്പോൾ അവനെ തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്കാക്കി. അപ്പോൾ തന്നെ മേഡം പറഞ്ഞു എനിക്ക് മാളിൽ പോകണം. അങ്ങനെ അവളെയും കൂട്ടി നേരെ മാളിലേക്ക് പോയി. അങ്ങനെ മാളിൽ പോയി കുറച്ച് സമയം ഇരുന്ന് പോസ്റ്റായി. ആ സമയത്ത് കടത്തൊക്കെ ആലോചിച്ച് ചിന്തിച്ച് പടച്ചോൻ ഇതെപ്പോൾ വീട്ടാന്നറിയില്ല. അങ്ങനെ ചിന്തിച്ചിരുന്ന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി. അവിടെ വണ്ടിയൊക്കെ ഓഫാക്കുമ്പോൾ സാദിക്ക് വെച്ചിട്ട് പറഞ്ഞു ഇന്ന് നമുക്ക് ഒരുമിച്ച് നോമ്പ് പൊറിക്കാമെന്ന്. അവനക്ക് ഇന്ന് നോമ്പുണ്ടായിരുന്നു. അങ്ങനെ ഈത്തപ്പഴം എടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈത്തപ്പഴം എടുത്ത് അവൻ്റെ റൂമിലേക്ക് പോയി. നോക്കുമ്പോൾ അടിപൊളി നോമ്പ് കുറയായിരുന്നു ഇന്ന്. അങ്ങനെ നമ്മൾ രണ്ടാളും നോമ്പ് മുറിച്ചിട്ട് നേരെ പള്ളിയിൽ പോയി നിസ്കരിച്ചു. മഗ്‌രിബ് സലയും കഴിഞ്ഞ് കുറച്ച് പ്രാർത്ഥിച്ച് അവിടെ ഒരു വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം എടുത്ത് അപ്പോഴേക്കും മേഡം വിളിച്ചു മാളിൽ പോകണം. അങ്ങനെ മാളിലേക്ക് വീണ്ടും പോയി 11 മണിയാകുമ്പോൾ ഒന്ന് കിടന്നു.